ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നാടൻ തുലൂപ്പിയ മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. അപ്പോൾ മീൻകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ വെന്തയും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ എണ്ണയിൽ കിടന്നൊന്ന് പൊട്ടി വരട്ടെ. ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇതൊന്ന് പച്ചമണം മാറി കിട്ടുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത്, അല്ലെങ്കിൽ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് നടുവായി കയറിയത് അത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി 4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 4 ടീസ്പൂൺ, ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ പുളി ഒഴിച്ച ക്ലിപ്പ് കട്ടായി പോയതാണ്. 1 നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറുകിയ ചാറോട് കൂടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇനി കുറച്ച് ഒരു തിള വരുന്നവരെ ഒന്നുകൂടെ തുറന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം ഈ പുളിയുടെയും ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു കുത്തൽ മാറുന്നവരൊന്ന് തുറന്ന് വെച്ച് തിളപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. നന്നായി ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇതിനിത്തിരി പുളി ഇത്തിരി കൂടുതൽ വേണം. ഞാനൊരു തക്കാളി ഇട്ടിട്ടുണ്ട്, 1 നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം പുളിപ്പും എരിവൊക്കെ വേണം. നല്ല ചുടുപ്പോട് കൂടിയിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ അളവിന് എടുക്കണം. വീട്ടിലെ ആളിൻ്റെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചാൽ മതി. കുറുകി ചാറോടുകൂടി വയ്ക്കുന്നതാണ് അത്രയും ടേസ്റ്റ്. കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. അപ്പോൾ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെന്തയത്തിൻ്റെ പൊടി. പച്ചമീനിൽ വെന്തയത്തിൻ്റെ പൊടി ഈ കറി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അത് കറി ആയ ശേഷമാണ് കേട്ടോ. ഇനി കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. കൂടുതൽ തിളപ്പിച്ചാൽ കശത്ത് പോവും. ഇത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് ഈ വെന്തയത്തിൻ്റെ പൊടി ചേർക്കുന്നത്. അപ്പോൾ നല്ല മണമാണ്. കാരണം നമ്മൾ മീൻകറി വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുക്കുമ്പോഴായിരിക്കും ഈ മീൻകറിയുടെ മണം കൂടുതലായിട്ടും അറിയുന്നത്. അപ്പോൾ അത്രയും ടേസ്റ്റാണ് ഈ മീൻകറിക്ക്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തുലൂപ്പിയ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.